നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ടടാ. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാനിവിടുന്ന് പോയാലും നിന്റെ മുഖം മൂടി ഒരു ദിവസം പിച്ച് ചീന്തി ദൂരെ കളയും. ഓഹോ, പറയുമ്പോഴത്തെ ഒരു ആവേശം, പിച്ചി ചീന്തി വലിയ പാടായിരിക്കും ദേവികെ. കൃത്യമായി കളം വരച്ചു വെച്ച് കളിക്കുന്ന ആളാ ഞാൻ. ആ കളത്തിലേക്ക് കൃത്യമായ സമയത്ത് ഓരോരുത്തരെ കൊണ്ടുവന്ന് നിർത്തും. ഈ പാവക്കൂത്ത് പോലെ ചരട് ശരത്തിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ നിന്റെ പിന്നാലെ തന്നെ കാണും. സത്യം തെളിയിക്കുന്നത് വരെ. അമ്മയെ പോലെ നല്ലൊരു അമ്മയായി മാറാൻ കൊതിയാവുക. ശ്രുതിമോളുടെ അടുത്തേക്ക് പോവുക. ഈ ഭൂമിയിലില്ലെങ്കിലും ജനിച്ച അന്ന് മുതല് അമ്മ അവളെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്നും അറിയാം. ഈ യാത്രയില് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. അവിടെ ട്രീസ ഗ്രിഗറി എന്നൊരു സിസ്റ്ററുണ്ട്. അവരെ കണ്ട് സംസാരിച്ചാൽ മതി. ശരി. മോള് കുറച്ചു കാലം കൂടി അവിടെ കാണുമെന്ന് അവരോട് പറയണം. ശ്രുതിമോള് അവിടെ എത്ര കാലം നിൽക്കണമെന്ന് ആലോചിക്കട്ടെ സർ, എന്നിട്ട് പറയാം. നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മുഖ്യമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ തീരുമാനങ്ങൾ പിഴച്ചു പോകരുത്. പിഴക്കില്ല സർ, ഒന്നും തെറ്റുകയില്ല. മകളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയ ഒരച്ഛനാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞതാ. സാറിന് മോളെക്കുറിച്ചുള്ള ധാരണകളാ തെറ്റിപ്പോയത്. അതാണ് സത്യം. അക്ഷരയുടെ മനസ്സ് ഒരിക്കലും കണ്ടെത്താൻ സാറിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങളൊരു നീണ്ട യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. പോയിട്ട് വാ. ശരി സർ. ആ, ഒരു കാര്യം മറന്നു. എന്തിനാ സർ? ഒരു ചെക്കാണ്. ഇത് ആ സിസ്റ്ററിനെ ഏൽപ്പിച്ചാൽ മതി. എന്തിനാണ് സർ? അവിടെ ചർച്ചിന് കീഴിലുള്ള ഓർഫനേജിന് ഞാൻ ഡൊണേഷൻ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതായത് വാങ്ങിച്ചോളൂ. ആ, എന്നാ പറഞ്ഞു അമ്മ? അപ്പച്ചിയെ സൂക്ഷിച്ചോണോന്ന് പറഞ്ഞു. അയ്യോ, നിന്റെ അച്ഛനെ സൂക്ഷിക്കണമെന്നായിരിക്കും മായരഞ്ജനി പറഞ്ഞത്. നിനക്ക് കേട്ടതേ ശരിക്ക് തിരിയാഞ്ഞിട്ടാ. ആരെയൊക്കെ സൂക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആദ്യം ഞാൻ ഈ യാത്രയൊന്ന് കഴിഞ്ഞിട്ട് വരട്ടെ. അത് കഴിഞ്ഞ യഥാർത്ഥ ഗെയിം തുടങ്ങാൻ പോകുന്നേ. നീ പറയാതെ ചെയ്ത് കാണിക്കടി. ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും. അക്ഷര, ശ്രുതിമോൾക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ കാറിൽ വെച്ചിട്ടില്ലേ? ആ, വെച്ചു. പോവാം. ബർത്ത്ഡേ കേക്ക് പോകും വഴി കളക്ട് ചെയ്തിട്ട് പോവാം. സർ, എന്നാ ഞങ്ങളങ്ങോട്ട്.
ഡാഡിയോട് മോള് യാത്ര പറഞ്ഞില്ലല്ലോ, ഒന്ന് നോക്കു പോലും ചെയ്തില്ല. എന്നോട് അവൾ യാത്ര പറഞ്ഞെങ്കിൽ നിനക്കെന്താ പ്രശ്നം? അച്ചോടാ, ഇനിയിപ്പൊ അങ്ങനെ ആശ്വസിക്കല്ലേ നിവൃത്തിയുള്ളൂ. അയ്യോ, സമയം പോയി, എനിക്കും പോണം. നീ എവിടേക്കാ? ശൂന്യാകാശത്തേക്ക്. എന്നാ പിന്നെ പരലോകത്തേക്ക് പോ. എന്നാൽ ഭൂമിയിലുള്ള ഒരു സമാധാനം കിട്ടുമല്ലോ. സ്വാമി, അവര് പോയല്ല സാറേ. കാഞ്ചന അപ്പുറത്തുണ്ട്. അവള് എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. സാറേ, കാഞ്ചന മേഡം അത് എവിടെ പോകും? അവളുടെ മകനെ കാണാനാവും. നിരഞ്ജനും അക്ഷരയും പോയ വിവരം കൃത്യമായി ചൂടോടെ അവനെ അറിയിക്കണമല്ലോ. സ്വാമി, ഞാൻ പറഞ്ഞതുപോലെ ആളുകളെ ഏർപ്പാടാക്കിയിട്ടില്ലേ? ഉണ്ട് സാർ. വിശ്വസിക്കാവുന്ന ആളാണല്ലോ അല്ലേ? അതെ. സ്വാമി ഒരു കാര്യമായിട്ടാല് അത് പക്ക പെർഫെക്റ്റായി ചെയ്യുന്നു സാറിനറിയാലോ. ആകെ പാളിയത് വിശാലിന്റെ കാര്യത്തിൽ മാത്രം. സ്വാമി, ആ പേരൂടെ പറയണ്ട. വിശാലിനെതിരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരു പഴുത് നോക്കിയിരിക്കുക നമ്മളെ കൊടുക്കാൻ, എന്റെ മകൾ ഉൾപ്പെടെ. അതുപോലെ ആവത്തില്ല എന്നാണ് സാർ ഞാൻ പറഞ്ഞത്. ബേക്കർ ജംഗ്ഷൻ മുതൽ അവര് പിന്നാലുണ്ട്. വിവരങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചോളൂ. സാറ് പറഞ്ഞതുപോലെ ഞാൻ പോവാതിരുന്നത് നന്നായി. അതെ, അവര് വിലക്കിയിട്ട് സ്വാമി പിന്നാലെ ചെന്നു എന്നറിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാവും. അതാ വേറെ ആരെങ്കിലും അയക്കാൻ പറഞ്ഞത്. നമ്മൾ ഏൽപ്പിച്ച കാര്യം അയാൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. സ്വാമി ഒരു വിവരവും ഫോണിൽ വിളിച്ച് പറയാൻ നിൽക്കണ്ട. എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ ആ മാർവാടി ടീമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അവരുടെ MOU ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണമെന്ന് ഇന്നറിയാം. ശരി, സ്വാമി പോയിട്ട് വാ.